തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ഗ്ലാഡീസ് ഇൻവേൾഡ് എന്ന ഒരു സഹോദരിയെക്കുറിച്ച് ഞാൻ വായിക്കാനിടയായി. അവളൊരു തൂപ്പുകാരിയായിരുന്നു. പക്ഷേ അവളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്നുള്ള അതിയായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു നല്ല ലക്ഷണമാണ്. ദൈവവേല ചെയ്യണമെന്നുള്ളൊരു ദാഹം ഉള്ളിൽ വരുന്നത് ഒരു ഭാഗ്യമാണ്, അതൊരു അനുഗ്രഹമാണ്, അതൊരു ദൈവപ്രസാദമാണ്. അവൾ അതിനുവേണ്ടി ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ അവളുടെ തുച്ഛമായ വരുമാനം കൊണ്ട് അവൾ ആഗ്രഹിച്ചു. അവൾ പഠിച്ചു. പക്ഷേ നിർഭാഗ്യമെന്ന് അവൾ അന്ന് ചിന്തിച്ചു, റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും കുറഞ്ഞ മാർക്കാണ് അവൾക്ക് കിട്ടിയത്, ഏറ്റവും കുറഞ്ഞ മാർക്ക്. അതുകൊണ്ട് ചൈനയിൽ പോയി സുവിശേഷ വേല ചെയ്യണമെന്നുള്ള അവളുടെ ആഗ്രഹം നടന്നില്ല. കാരണം ചൈനയിലേക്ക് മിഷണറിമാരെ അയച്ചപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും പിന്നിലായിരുന്നു അവൾ. അവൾ തൂപ്പുകാരിയായിരുന്നു. അവൾക്ക് പരീക്ഷയിൽ ഏറ്റവും കുറവ് മാർക്ക്. ചൈനയിലേക്ക് പോകാൻ അവൾ ആഗ്രഹിച്ചെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും പിന്നിൽ. അവളുടെ ഉള്ളിൽ അല്പം സങ്കടമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ ഒരു പരസ്യം കണ്ടത്. ചൈനയിൽ ഒരു വൃദ്ധ ദമ്പതികളായ മിഷണറിമാർക്ക് വീട്ടുവേലയ്ക്ക് ഒരാളെ വേണം. വീട്ടുവേലയെങ്കിൽ വീട്ടുവേല ഇരിക്കട്ടെ. അവൾ അതിന് അപ്ലൈ ചെയ്തു. അവൾക്ക് കിട്ടി. അവൾ ആ വീട്ടിൽ വേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൾ തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി സങ്കടപ്പെട്ടു. കർത്താവേ, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു ദൈവവേല ചെയ്യണമെന്ന്, പക്ഷേ എൻ്റെ സാഹചര്യം മാറുന്നില്ലല്ലോ. ഞാനിന്നിവിടെ ഈ വീട്ടിൽ ഒരു വീട്ടുവേലക്കാരി, റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും പിന്നിൽ, മാർക്കിൽ ഏറ്റവും കുറവ്, ഞാനൊരു വേലക്കാരി. അങ്ങനെ അവൾ അന്ന് രാത്രി അവൾക്കുള്ള സകലവും, ആ ഡിഗ്രി സർട്ടിഫിക്കറ്റും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഏതാനും നാണയത്തൊട്ടുകളും ഇല്ലായ്മകളെല്ലാം ആ ബെഡിൽ, അവൾ കിടക്കുന്ന ബെഡിൽ വെച്ചിട്ട് ആ ബെഡിൻ്റെ മുകളിൽ അവൾ കിടന്നു. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ ഇല്ലായ്മ ഞാൻ അങ്ങയുടെ മുമ്പിൽ തുറന്നു പറയുന്നു. നിങ്ങൾക്കറിയാമോ, പിന്നീട് അവളെ ദൈവം ചൈനയിലെ മിഷണറി വേലയ്ക്ക് ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, അവൾ മുഖാന്തരം അനേകായിരം പേര് ചൈനയിലേക്ക് പോകുവാൻ പോലും മുഖാന്തരമായി തീർന്നു എന്ന് ഞാൻ വായിക്കാനിടയായി. എൻ്റെ പ്രിയരെ, നമ്മുടെ ഇന്നത്തെ അവസ്ഥയിലേക്ക് നോക്കി നാം നിരാശപ്പെടരുത്. നമ്മുടെ ഇല്ലായ്മയിലേക്ക് നോക്കി നാം നിരാശപ്പെടരുത്. ഇല്ലായ്മയിൽ നിന്നും ഉണ്മയായത് ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. മകനെ, നിന്റെ ഇല്ലായ്മയിലൂടെ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവം സമ്പന്നതയിലൂടെ മാത്രമല്ല പ്രവർത്തിക്കുന്നത്. ഇല്ലായ്മയിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിസ്സാരതയിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്നുമില്ലായ്മയിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം. ഇവിടെ നാം ചിന്തിച്ചു വന്നത്, ഏലീശയിലൂടെ ജീവനുള്ള ദൈവം ശമരിയിലുള്ള കഠിനക്ഷാമത്തിലിരിക്കുന്ന ശമരിയിലുള്ള ജനത്തിന് ഒരു ദൂത് കൊടുത്തു. എന്താണത്? 2 രാജാക്കന്മാർ 7-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം അതിപ്രകാരമാണ്: യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ശേക്കലിന് 1 സെയ കോതമ്പുമാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ ദൈവത്തിൻ്റെ അരുളപ്പാട് രാജാവിൻ്റെ അകമ്പടി നായകൻ വിശ്വസിച്ചില്ല. 2-ാം വാക്യം, രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിലെ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. പ്രവചനത്തെ അവിശ്വസിക്കുന്നു, വാഗ്ദത്തങ്ങളെ ചോദ്യം ചെയ്യുന്നു. അത് അന്ന് മാത്രമല്ല, ഇന്നുമുണ്ട്. ഇന്ന് ദൈവത്തെ അറിയാത്തവർ മാത്രമല്ല, ദൈവത്തെ ഒരളവിൽ അനുഭവിക്കുന്നവർ പോലും പ്രവചനത്തെ ചോദ്യം ചെയ്യും, വാഗ്ദത്തങ്ങളെ ചോദ്യം. അതൊരു വിരോധാഭാസമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ദൈവത്തെ വിശ്വസിക്കുന്നവരും ദൈവത്തിന് വേണ്ടി ജീവിതം വേർതിരിച്ചവരും എന്തിന് വാഗ്ദത്തങ്ങളെ അവിശ്വസിക്കണം? എന്തിന് പ്രവചനങ്ങളെ ചോദ്യം ചെയ്യണം? മകനെ, നീ ഒന്ന് വിശ്വസിക്ക്, നീ ഒന്ന് അക്സെപ്റ്റ് ചെയ്യ്, നീ ഒന്ന് അംഗീകരിക്ക്, നീ ഒന്ന് താഴ്. നിന്റെ ജീവിതത്തിലും ആ വാഗ്ദത്തം നിറവേറും. ചിലര് അവർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങൾ അവർ പറഞ്ഞ സമയത്ത് നിറവേറിയില്ലെങ്കിൽ ആ വാഗ്ദത്തവും തള്ളിക്കളയും, ആ പ്രവാചകനെയും തള്ളിക്കളയും. സ്വന്തം ജീവിതത്തിൽ ചില കുറവുകൾ കൊണ്ടും പോരായ്മകൾ കൊണ്ടും സമർപ്പണക്കുറവ് കൊണ്ടാണ് ആ വാഗ്ദത്തം നിറവേറാത്തത്. പക്ഷെ അതൊന്നും നോക്കുകയില്ല, വിരൽ അങ്ങോട്ട് ചൂണ്ടും. എന്നാൽ മകനെ, നീ ഒരു വിരൽ മറ്റുള്ളവരിലേക്ക് ചൂണ്ടുമ്പോൾ
നിന്റെ 3 വിരലും നിന്റെ നേരെയും, ഒരു വിരൽ ദൈവത്തെങ്കിലേക്കുമായിരിക്കണം. എന്താണത്? ദൈവത്തെ ഓർത്തുകൊണ്ടേ നീ ചിന്തിക്കാവൂ, പറയാവൂ. ദൈവത്തെ ഓർത്താൽ ഈ വിരൽ, മറ്റുള്ളവരിലേക്ക് ചൂണ്ടുന്ന ഈ വിരലും നിന്നിലേക്ക് ചൂണ്ടാനിടയാകും. നിന്റെ കുറവുകൾ, നിന്റെ പോരായ്മകൾ കാണുക. കർത്താവിന് സ്തോത്രം. ദൈവനാമത്തിൽപ്പെടട്ടെ. അന്ന് രാജാവിന്റെ അകമ്പടി നായകൻ പറഞ്ഞു, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ആകാശത്തിൽ ദൈവം കിളിവാതിലുകൾ തുറന്നാൽ പോലും നടക്കുകയില്ല. പക്ഷെ പ്രവാചകൻ അറിയാം, പ്രവാചകനോട് ആരാണ് അരുളപ്പാട് കൊടുത്തതെന്ന്. പ്രവാചകന്റെ ഉള്ളിൽ അറിയാം ആരാണ് ആ ഉറപ്പ് കൊടുത്തതെന്ന്. പ്രവാചകൻ ചഞ്ചലിച്ചില്ല. മകനെ, നീ പറഞ്ഞ പ്രവചനമോ നീ പറഞ്ഞ അരുളപ്പാടോ ആരെങ്കിലും അവിശ്വസിച്ചുകൊണ്ടുകൊണ്ട് നീ തളരണ്ട, നീ വാടണ്ട, നീ പ്രയാസപ്പെടണ്ട. നീ ഉറച്ചാൽ മതി. നിന്നോട് പറഞ്ഞത് ആരാണ്, നിന്റെ നാവിലൂടെ സംസാരിച്ചത് ആരാണെന്ന് നീ ഉറപ്പാക്കിയാൽ മതി. കർത്താവിന് സ്തോത്രം. പ്രവാചകൻ പറഞ്ഞു, അതിന് എലീശ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ലെന്ന് പറഞ്ഞു. പ്രവചനത്തെ അവിശ്വസിച്ചാൽ നന്മ കാണുകയില്ല. കാണും, പക്ഷേ അനുഭവിക്കാൻ പറ്റുകയില്ല. ഇതൊരു ദൈവിക സത്യമാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒത്തിരി വിശദീകരിക്കുന്നില്ല. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞ ഒരു പ്രസംഗത്തിൽ പ്രവചനം അവിശ്വസിക്കരുത് എന്ന്, അല്ലെങ്കിൽ പ്രവചനത്തിന് എന്തുകൊണ്ടാണ് താമസം വരുന്നതെന്ന് എവിടെയോ പറഞ്ഞിട്ടുണ്ട്. 1-2 മെസ്സേജുകളുണ്ട്. നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്താൽ അത് കിട്ടും. പോകട്ടെ. ഈ കുഷ്ഠരോഗികളായ 4 പേരെ കൊണ്ടാണ് ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്. അത് എങ്ങനെയെന്ന് നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. ആ കുഷ്ഠരോഗികൾ പറഞ്ഞു, 3-ാം വാക്യം, 7-ാം അധ്യായം 3-ാം വാക്യം. അന്ന് കുഷ്ഠരോഗികളായ 4 ആൾ പടിവാതിക്കൽ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ നാം ഇവിടെ കിടന്ന് മരിക്കുന്നത് എന്തിന്? പട്ടണത്തിൽ ചെല്ലുക എന്ന് വെച്ചാൽ പട്ടണത്തിൽ ക്ഷാമമായിരിക്കൊണ്ട് നാം അവിടെ വെച്ച് മരിക്കും. ഇവിടെ പാർത്താലും മരിക്കും. അതുകൊണ്ട് വരിക, നമുക്ക് അരാമ്യ പാളയങ്ങളിൽ പോകാം. അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവിച്ചിരിക്കും, അവർ നമ്മെ കൊന്നാൽ നാം മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ആ കുഷ്ഠരോഗികൾ തമ്മിൽ പറയുകയാണ്, നാം ഇവിടെ കിടന്നാലും മരിക്കും, ശമരിയ പട്ടണത്തിലേക്ക് പോയാലും മരിക്കും, അരാമ്യ പാളയത്തിലേക്ക് ചെന്നാൽ ചിലപ്പോൾ മരിക്കാം, ചിലപ്പോൾ ജീവിക്കാം. ഒരു ചെറിയ ചാൻസ് ഉണ്ട്. അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവിക്കും, അവർ നമ്മെ കൊന്നുകളാൽ മരിക്കുക. ഏതായാലും മരണമല്ലേ ഉള്ളൂ. ഇവിടെ സാധ്യതകളൊന്നുമില്ല. ഒരല്പ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും എല്ലാം തികഞ്ഞിട്ടല്ല നാം ഇറങ്ങി പുറപ്പെടുന്നത്. ഒരു കാര്യത്തിലും, ഒരു ബിസിനസ് ആകട്ടെ, ഒരു ജോലിയാകട്ടെ, ഒരു ജോലിയിൽ ചെല്ലുമ്പോൾ വലിയ ശമ്പളം കിട്ടുമെന്ന് വിചാരിച്ചല്ല നാം ഒരു ജോലിയിൽ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ചിലപ്പോൾ ഒരു ചെറിയ ശമ്പളമായിരിക്കും. എന്നോട് ചോദിക്കുന്ന ആരോടും ഞാൻ അഡ്വൈസ് കൊടുക്കാറുണ്ട്. ചിലർ വലിയ ശമ്പളം പ്രതീക്ഷിക്കും, വരും, അത് പതുക്കെ വരും. അല്ലെങ്കിൽ വലിയ പൊസിഷൻ പ്രതീക്ഷിക്കും, വരും. മോനെ, നീ അത് തെളിയിക്കുക, നിനക്ക് കിട്ടും. നിന്റെ കഴിവ് തെളിയിക്കുക, നിനക്ക് ശമ്പളം കൂടുതൽ കിട്ടും. നിന്റെ എബിലിറ്റി തെളിയിക്കുക, നിനക്ക് പൊസിഷൻ കിട്ടും. നീ ആദ്യം തന്നെ MD ആകാൻ നോക്കിയാൽ നടക്കുകയില്ല. ഒരുപക്ഷെ ചെറിയ പൊസിഷനിൽ നിന്നാണ് അനേകർ വളർന്നു വന്നത്. കർത്താവിന് സ്തോത്രം. ഞാൻ എൻ്റെ സഹോദരൻ്റെ സ്ഥാപനത്തിൽ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ പദവിയിലേക്ക് വന്ന ഒരാളാണ്. പക്ഷെ ആദ്യം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഒന്നും ആയിരുന്നില്ല. ആദ്യം ഒരു ജോലിക്കാരനായി, പിന്നീട് മാനേജരായി, പിന്നീട് സീനിയർ മാനേജരായി, പിന്നീട് ജനറൽ മാനേജരായി, പിന്നെ ഡയറക്ടറായി, പിന്നീട് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി. അങ്ങനെയാണ് പയ്യെ ദൈവം എന്നെ ഉയർത്തിയത്. അത് ആത്മീയ ഗോളത്തിലും ഭൗതിക ഗോളത്തിലും അങ്ങനെയാണ്. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഉയരണമെന്ന് നീ ചിന്തിക്കല്ലേ. അതൊത്തിരി അഹംഭാവമാണ്. അത് നിന്റെ കഴിവിലുള്ളതായ അമിതമായ ഒരു വിശ്വാസമാണത്. എനിക്കിത്ര കിട്ടും. അത് ദൈവസന്നിധിയിൽ അനുഗ്രഹത്തിന് തടസ്സവുമാണ്. ആരെല്ലാം തങ്ങളെ തന്നെ എളിമപ്പെടുത്തുമോ? നിങ്ങൾക്കറിയാമോ, ഈ 39 വർഷത്തെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ഒരിക്കലും എനിക്ക് കിട്ടുന്ന ശമ്പളം 3500 രൂപ ശമ്പളത്തിലാണ് ഞാൻ ആദ്യം ജോലി തുടങ്ങിയത്. ഇന്ന് വലിയ ശമ്പളമുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയ ശമ്പളം ഒരിക്കലും കുറഞ്ഞു പോയി ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇത് ഇത്തിരി കൂടുതലാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എൻ്റെ സഹോദരൻ നടത്തുന്ന ആ സ്ഥാപനത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഇൻക്രിമെൻ്റ് തന്നു. ഞാനൊരു 10 മാസക്കാലത്തോളം ആ ഇൻക്രിമെൻ്റ് വാങ്ങിയില്ല. കാരണം എന്താണെന്നറിയാമോ? എനിക്കറിയാമായിരുന്നു അന്ന് കിട്ടുന്ന ശമ്പളം തന്നെ എനിക്ക് കൂടുതലാണെന്നുള്ള ചിന്ത, ആ ഒരു ചിന്ത. പക്ഷേ ദൈവം അതിൽ നിന്ന് എത്രയോ ഇന്ന് എൻ്റെ ദൈവം ഉയർത്തി. എൻ്റെ പ്രിയരെ, കിട്ടിയതിൽ തൃപ്തി വേണം. ഏതുമാകട്ടെ, കിട്ടിയ ശമ്പളത്തിൽ,
കിട്ടിയ ഭാര്യയിൽ, കിട്ടിയ ഭർത്താവിൽ, കിട്ടിയ ഭവനത്തിൽ, കിട്ടിയ വാഹനത്തിൽ, കിട്ടിയ സാഹചര്യത്തിൽ, കിട്ടിയ ദൈവവേലിയിൽ ചില ചിന്തിക്കും, എന്നെ ഈ ശുശ്രൂഷയ്ക്ക് മാത്രമേ ആക്കിയുള്ളൂ, ഞാൻ വലിയ ശുശ്രൂഷ ചെയ്യേണ്ട ആളല്ലേ. മോനെ, നീ അങ്ങനെ ചിന്തിച്ചാൽ നിന്റെ ശുശ്രൂഷ മുടങ്ങും. നിനക്ക് കിട്ടിയ ശുശ്രൂഷയിൽ നീ സന്തോഷിക്കണം. കിട്ടിയ ശുശ്രൂഷയിൽ നീ ദൈവത്തോട് നന്ദി പറയണം. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ആത്മീക സത്യമുണ്ട്. ലഭിച്ച ചെറിയ കാര്യങ്ങളിൽ ദൈവത്തോട് നന്ദി പറയുമ്പോഴാണ് ലഭിക്കാൻ പോകുന്ന വലിയ നന്മയുടെ വാതിൽ തുറക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ, ഞാൻ മറ്റാരുടെയും കാര്യം പറയുന്നില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഓരോന്നിലും കൃപയാൽ എൻ്റെ ദൈവത്തോട് നന്ദി ഉണ്ടായിരുന്നു. ഞാനത് ഭംഗി പറയുകയല്ല, കാരണം എനിക്കറിയാം ഇതൊന്നും എനിക്ക് അർഹതപ്പെട്ടതല്ലെന്ന്. എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ ഞാൻ മറന്നിട്ടില്ല, എൻ്റെ കുടുംബ പാരമ്പര്യം ഞാൻ മറന്നിട്ടില്ല, ഒരിക്കലും മറക്കുകയുമില്ല. ഒരു നേരത്തെ ആഹാരത്തിനും ഒരു നല്ല വസ്ത്രത്തിനും കൊതിച്ച് സ്കൂളിൽ ഉച്ചയ്ക്ക് ആഹാരം കൊണ്ടുപോകാനില്ലാതെ വെള്ളം കോരി കുടിച്ച്, കർത്താവിന് സ്തോത്രം, കൂലിവേലക്കാരായ ഞങ്ങളുടെ മാതാപിതാക്കൾ കൂലിവേല എടുത്തുകൊണ്ട് വരുന്നതായ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിച്ച് 10ാം ക്ലാസ് പഠിച്ചതിന് ശേഷം എൻ്റെ പിതാവിനൊരു പാൻസ് വാങ്ങിച്ചു പോലും തരാൻ എനിക്കില്ലാതെ ഞാൻ എൻ്റെ 15ാമത്തെ വയസ്സിൽ കൂലിവേല എടുത്താണ് ഞാൻ ആദ്യമായി ഒരു പാൻസും ഷർട്ടും ഇട്ടത്. ഞാനതൊന്നും മറന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നന്ദിയാണ്, എന്ത് കണ്ടാലും നന്ദിയാണ്. കാരണം ഞാൻ ആരായിരുന്നു എനിക്കറിയാം. ഇന്ന് ഞാനായിരിക്കും ദൈവത്തിൻ്റെ കൃപയാണെന്ന് എൻ്റെ കർത്താവ് എനിക്ക് ബോധ്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കൊച്ചു കാര്യം വന്നാലും, ഒരു കുഞ്ഞു കാര്യമുണ്ടെങ്കിലും ഞാൻ കർത്താവിനെ സ്തുതിക്കാറുണ്ട്, കർത്താവിനോട് നന്ദി പറയാറുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം എൻ്റെ മേൽ കർത്താവിൻ്റെ സ്വർഗീയ ഭണ്ഡാരം തുറന്നു വച്ചിരിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നു. അതൊരു സത്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനത് നിങ്ങളോട് എല്ലാം വിശദമായി പറയുകയല്ല. സ്വർഗഭണ്ഡാരം തുറന്നു നിൽക്കുമ്പോൾ വലിയ സമൃദ്ധി, കോടിക്കണക്കിന് രൂപ എൻ്റെ കയ്യിലുണ്ടെന്നല്ല കേട്ടോ. എല്ലാ മേഖലകളിലും എൻ്റെ കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ഐക്യം, 4 തലമുറകൾ ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ സ്വർഗസമാധാനം അനുഭവിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 3 ആൺമക്കൾ, അവർ ഞങ്ങളോട് ഒട്ടിച്ചേർന്ന് സ്നേഹമായി സന്തോഷമായി ഐക്യമായി കഴിയുന്നു. ഞങ്ങളുടെ മൂത്ത മോൻ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന മോള് ഡോക്ടറാണ്. മോള് ഞങ്ങളോട് ചേർന്ന് ജീവിക്കുന്നു. ഞങ്ങളുടെ കൊച്ചുമോൻ തിമോത്തി 3.5 വയസ്സേ ഉള്ളൂ, അവൻ ഞങ്ങളോട് പറ്റിച്ചേർന്ന് കഴിയുന്നു. മാതാപിതാക്കൾ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ എല്ലാ മേഖലകളിലേക്ക് നോക്കുമ്പോഴും കർത്താവിന്റെ സ്തോത്രം, കർത്താവ് സ്വർഗഭണ്ഡാരം എല്ലാ മേഖലകളിലും തുറന്നു വെച്ചിരിക്കുകയാണ്. ഒരുപാട് രൂപ ബാലൻസ് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എൻ്റെ ഒരു കാര്യത്തിൽ മുട്ടില്ലാതെ എൻ്റെ കർത്താവിനെ ഐശ്വര്യമായി നടത്തുന്നു. അത് പോരെ പ്രിയരെ. എന്തിനാ ഒരുപാട് ബാങ്ക് ബാലൻസ് കെട്ടിക്കൂടി ബാങ്കിൽ വെച്ചിട്ട് അഹങ്കരിക്കണത് എന്തിനാ? അല്ലെങ്കിൽ അതിൽ അഭിമാനിക്കുന്നത് എന്തിനാ? എനിക്ക് ആവശ്യമുള്ള എൻ്റെ ദൈവം തരുമെന്നുള്ള ബോധ്യമല്ലേ ഏറ്റവും വലിയ സന്തോഷം. സ്വർഗഭണ്ഡാരത്തിൽ എനിക്ക് വേണ്ടി എല്ലാം ഉണ്ട്. എൻ്റെ കാര്യം നടന്നാൽ പോരെ മോനെ, നിന്റെ കാര്യം നടന്നാൽ പോരെ. നിന്റെ കാര്യത്തിന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? നീ എന്തിനാ ഒരുപാട് ദാഹിക്കുന്നത്? നീ എന്തിനാ ഒരുപാട് പണത്തിന് വേണ്ടി കൊതിക്കുന്നത്? നിന്റെ ഏതെങ്കിലും കാര്യത്തിൽ മുടക്കം വന്നിട്ടുണ്ടോ? നിന്റെ മക്കളുടെ കാര്യത്തിൽ, നിന്റെ ഭാര്യയുടെ കാര്യത്തിൽ, നിന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ദൈവം മുടക്കം വരുത്തിയോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ അതൃപ്തി? സ്തുതിക്ക്, ആർത്തവാടി സ്തുതിക്ക്. ഹല്ലേലൂയ. ഞാൻ എത്രയോ വർഷങ്ങൾ എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ അന്ന് ആദ്യകാലങ്ങളിൽ ഇന്ന് പോലെ ബാങ്ക് ട്രാൻസ്ഫർ അല്ല, ഒരു പാക്കറ്റിലാക്കി തരികയാണ്. ഞാൻ ആദ്യം ആ പാക്കറ്റ് പൊട്ടിക്കാതെ ദൈവസന്നിധിയിൽ നിലത്ത് മുട്ടുമടക്കിയ പൈസ ദൈവസന്നിധിയിൽ വെച്ച് ഞാൻ കർത്താവിനെ സ്തുതിക്കും. കർത്താവെ, എനിക്ക് അർഹതയില്ലാത്തത് കിട്ടി, കർത്താവെ ഇത് മുഴുവൻ കർത്താവിന് സമർപ്പിക്കുന്നു. എന്നിട്ട് ഞാൻ പറയും, കർത്താവെ ഞാനൊരല്പം എൻ്റെ ആവശ്യത്തിന് എടുത്തോട്ടെ. അങ്ങനെയൊക്കെ ചിലവഴിച്ചു. കൊച്ച എമൗണ്ട് ആയിരുന്നു, പക്ഷേ ഇന്ന് എമൗണ്ടിൻ്റെ കട്ടി കൂട്ടി ദൈവം തന്നു. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ലഭിച്ചതിൽ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും എല്ലാ കാര്യത്തിലും, ഞാൻ പറയുന്നത് പണം മാത്രമല്ല, ശമ്പളത്തിൻ്റെ കാര്യം ഒരു കാര്യം മാത്രമാണ്. നിങ്ങൾക്ക് ലഭിച്ച ഭാര്യയിൽ, നിങ്ങൾക്ക് ലഭിച്ച ഭർത്താവിൽ, നിങ്ങൾക്ക് ലഭിച്ച അമ്മയിൽ, അപ്പനിൽ, മരുമകളിൽ, മരുമക്കളിൽ, അമ്മായിയമ്മയിൽ, എല്ലാ സാഹചര്യങ്ങളിലും, നിങ്ങൾക്ക് ലഭിച്ച ജോലിയിൽ, സാഹചര്യങ്ങളിൽ, നിങ്ങൾക്ക് ലഭിച്ച ചർച്ചിൽ, നിങ്ങൾക്ക് ലഭിച്ച ആരാധനാ കേന്ദ്രങ്ങളിൽ, എല്ലായിടത്തും നന്ദി പറയുക. അങ്ങനെ നന്ദി പറയുമ്പോൾ പുതിയ തലത്തിലേക്ക് കർത്താവ് ഉയർത്തുമെന്നുള്ളതൊരു സത്യമാണ്. ഞാൻ ഇന്ന് ഈ വാക്കുകൾ നിർത്തട്ടെ. ഇന്നും ഈ പ്രസംഗം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. നിസ്സാരന്മാരെ കൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ അത്ഭുതകരം എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് 4 കുഷ്ഠരോഗികളിലൂടെ ശമരിയിലെ മുഴുവൻ ക്ഷാമവും മാറ്റിയ ജീവന ദൈവത്തെക്കുറിച്ച് നമുക്ക് അടുത്ത പ്രസംഗത്തിൽ ചിന്തിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും കാര്യം ഞങ്ങളുമായി ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന സഹായത്തിലുള്ള നമ്പറുണ്ട്. കൂടാതെ ഞങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട മറ്റൊരു നമ്പർ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. 3 നമ്പറുകളുണ്ട്. ഏത് നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് ഞങ്ങളെ ലഭ്യമാണ്. നിങ്ങളത് ഉപയോഗിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.